ഇന്നത്തെ സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസ് ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. പോലീസിന്റെ വൈറസ് മെസ്സേജസ് ചോദ്യം ഒന്നാമത് ചാനലിന് പ്രക്ഷോഭം നടത്തിയ സാർ നൽകിയ പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് അറിയാൻ. അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാഹചര്യ സഹോദരൻ സമീപിച്ചിട്ട് സാഹചര്യ ജാമ്യയിലോ ഒപ്പം ചേർത്തിട്ട് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അപ്പോ ഈ അതിൽ 1.5 കോടി രൂപ 2 തവണയായിട്ട് MLA അജിത് സാർ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് ഉൾപ്പെടുത്താനായിട്ട് ഇന്റർപോൾ വന്നതാണ് സാർ. അപ്പൊ ആ വിവരം നൽകി ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നൽകിയ പ്രശ്നം മുഴുവനായി ഞാൻ കേട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്വഭാവവും പ്രവർത്തന രീതി സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത് ഒരു കമേഴ്ഷ്യലാണ് സാർ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധതയായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട്. അജിത് തിരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് വിൽക്കാനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം കൂടുതൽ സമ്പന്നരുമല്ല. രാഷ്ട്രീയക്കാരുടെ KC വേണുഗോപാൽ സാറും KC സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സെൻട്രൽ കേസ് അന്വേഷണം CBI അന്വേഷണം വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിത് സാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരമായിട്ട് ഈ പാവം സ്ത്രീ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കളയുകയും ചെയ്തത്. വർഷങ്ങളോളം അവർ ജയിലിൽ തന്നെ നടന്നു. ജാമ്യത്തിന് പുറത്തു വന്നപ്പോ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് എടുത്തത്. അപ്പോ ഈ സർവേമായിട്ട് ഈ കാലഘട്ടത്തിലടക്കി അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സാറ് നിത്യവൃത്തിക്ക് പോലും മാറില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയത്തില് KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മുഴയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സാറിന്റെ വിജയിക്ക് നാഷണലായ പണം സത്യസന്ധമായി കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിന് ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് വിശ്വസിച്ച് CBIയുടെ കാരണലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഓർമ്മയില്ലാത്ത സൈനികരുടെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പൊ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന പലരും അസംബ്ലിയിൽ പാർലമെന്റിൽ നേരിടുന്നത്. സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം നോക്കും സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂർ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കൂടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 തവണ വ്യക്തിക്കൊണ്ട് എയർപോർട്ടിൽ പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൊടുക്കും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ തന്നെയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിൽ നിന്നും ഒരു ചാന സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 6 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങുന്നതിന് പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതും മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണ്ണം നടത്തുന്നവർക്ക് ബാക്കിയായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്ത ഏജന്റുമാരുടെ സംഘം പണം കൊടുത്ത് വാങ്ങിച്ച് ഈ കാര്യമായുള്ള പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കാനാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചിട്ടുള്ളത്. ഇതേ സമയങ്ങളിലൊക്കെ അജിത് സാറിന്റെ സംഘം നിർലോകം സ്വർണം നടത്തുകയും
വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് നടപടിയോട് പൊതുവെ ഗവൺമെന്റ് തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അജിസ്റ്ററിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സന്ദർഭ സഹചര്യമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട്. അജിസ്റ്ററിന്റെ വീട്ടിൽ സ്ഥിരം വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ്. അജിസ്റ്ററിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിസ്റ്ററിന്റെ പുള്ളിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണത്തിലാണ്. ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട്. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും കേസിനെങ്കിൽ അന്വേഷണം മുന്നോട്ട് വന്നാൽ ഇവര് മൂലക്കെടുക്കുന്നത് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അജിസ്റ്ററിന്റെ ഇതിനായിട്ട് IPS ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എന്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാർ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കാർന്നോം വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലേദിവസം അന്വേഷണം പറഞ്ഞു വിടാനുള്ള അജിസാറിന്റെ ശ്രമം ഉണ്ടായിരുന്നല്ലോ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് പോലാണ് അന്വേഷണത്തിനായി കംപ്ലീറ്റ് അല്ലാതിരുന്നത്. അതിൽ തന്നെ ഈ സർക്കാരിനെ പാർട്ടിയെയും സർക്കാർ സത്യം പറഞ്ഞാൽ ആദ്യത്തോട് ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. പുള്ളി അറിയപ്പെട്ടിരിക്കുന്നത് പോലീസിനെ ഒരു വലിയ സേന അങ്ങനെ കണ്ണീർ പുള്ളിക്ക് അതിന് ദൈവം അറിഞ്ഞ് നൽകിയ ഒരു അസുഖമാണ്. പുള്ളിക്ക് സോറിയാസിസ് രോഗം വന്നു. ശരീരത്തിന് മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിൽ സോറിയാസിന്റെ ഒരു അംശമുണ്ടല്ലോ സാറേ. അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി രാഷ്ട്രീയ കുടുംബം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്റെ ശബ്ദം ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. എന്റെ ശബ്ദം എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാറിനത് എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് സത്യം പുറത്തു പറയാതെ ഒരു സമാധാനമില്ല. അതിന്റെ പുറത്താണ് ഈ പറയുന്നത്. നന്ദിയുണ്ട് സാർ. ഓക്കെ.